ഒരു ആനയെ മനോഹരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ മതിൽ പോലെ ഇങ്ങനെ മലയാണ് ഇവിടെ. ഇത് 7 സ്റ്റേജായിട്ട് 7 തട്ടുകളായിട്ടാണ് ഉള്ളത്. 7 തട്ടുകളായിട്ട് വരുന്ന വെള്ളച്ചാട്ടമാണിത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. നമ്മൾ ഇത്തവണ കുറേ നല്ല സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് എറണാകുളത്തിൻ്റെയും ഇടുക്കി ജില്ലയുടെയും അതിർത്തിയാണ്. നേര്യമംഗലം എന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രാമം, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് നേര്യമംഗലം പാലം എന്ന് തൊട്ട് പുറകെയുണ്ട്. നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവ് 1935 പണി കഴിപ്പിച്ച പാലമാണിത്. ഇതിലൂടെയാണ് നമ്മൾ മൂന്നാറിലോട്ട് പോകുന്ന വഴി. NH85 തമിഴ്നാട്ടിലെ ധനുഷ്കോടിയിലോട്ട് പോകുന്ന വഴിയാണിത്. അപ്പോൾ ഇതിലൂടെ ഒരുപാട് ടൂറിസ്റ്റ് പോകുന്നുണ്ട്. ഇപ്പം വഴി ബ്ലോക്ക് ആയിരിക്കും, വൺ സൈഡേ പോകാൻ പറ്റുള്ളൂ. വളരെ വീതി കുറഞ്ഞ പാലമാണ്. അപ്പം വലിയ വലിയ വണ്ടികൾ ഒരുമിച്ച് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മളങ്ങനെ പുതിയ സ്ഥലങ്ങൾ തേടി നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഇവിടെ വെച്ചിട്ടാണ്, നേര്യമംഗലത്ത് വെച്ചിട്ട്. പിന്നെ നേര്യമംഗലത്തെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തിലെ ചിറാപ്പൂഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത് കേരളത്തിൽ ഇവിടെയാണ്, നേര്യമംഗലത്താണ്. പിന്നെ നേര്യമംഗലത്തിന് തൊട്ടടുത്തുള്ളത് കോതമംഗലം എന്നുള്ള ടൗണാണ്. ഒരു ഏകദേശം 17 കിലോമീറ്റർ ദൂരെയാണ് കോതമംഗലം ടൗൺ കിടക്കുന്നത്. പിന്നെ നമ്മുടെ നേര്യമംഗലം ഉള്ളത് പെരിയാർ നദീ തീരത്താണ്. ഇതിലൂടെ ഒഴുകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും കാണുക. ആ എക്സൈറ്റ്മെൻറ്റ് എനിക്ക് നല്ലോണം ഉണ്ട്. കാരണം പുതിയ സ്ഥലത്ത് പോകുമ്പോഴും കുറേ ആൾക്കാരെ കാണാൻ പോകുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, ഒരു ഭയങ്കര വൈബാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം, കണ്ടിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്കെല്ലാവരും കൂടി യാത്ര പോകാൻ തുടങ്ങാം അല്ലേ? കമോൺ, വാ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേര്യമംഗലം പാലം കണ്ടു. പാലത്തിൽ നിന്ന് നേരെ മൂന്നാറിലോട്ട് പോകുന്ന വഴിയാണിത്. നല്ല വൈബാട്ടോ, അടിപൊളി ട്രാവലാണ്. നല്ല ക്ലൈമറ്റും അടിപൊളിയാണ്. നല്ല സൂപ്പർ, നല്ല ആംബിയനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പോകുമ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് റാണിക്കല്ല് എന്ന പേരിലൊരു മോണ്യുമെൻ്റ് ഉണ്ട്. അത് ആക്ച്വലി ഈ നേര്യമംഗലം പാലത്തിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്ത് തുടങ്ങിയപ്പം ചെയ്ത് ഈ ഫൗണ്ടേഷൻ സ്റ്റോൺ എന്നൊക്കെ പറയില്ല, അതുപോലെ ഉള്ളതാണത്. അന്നത്തെ റാണി ലക്ഷ്മിബായി ആണത് അവിടെ സ്ഥാപിച്ചത്. അതുകൊണ്ടാണ് റാണിക്കല്ല് എന്നുള്ള പേര് വന്നത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ റാണിക്കല്ല് എന്നുള്ള മോണ്യുമെൻറ്റ്. റാണി ലക്ഷ്മിബായി സ്ഥാപിച്ചതാണ്. നമ്മൾ നേര്യമംഗലത്തിൽ നിന്ന് നേര്യമംഗലം പാലം കയറി വന്നിട്ട് മൂന്നാറിലോട്ട് പോകുന്ന വഴിയിലുള്ള ശിലാസ്ഥാപനം. ഇതെന്താണെന്നറിയോ? ചീയപ്പാറ വെള്ളച്ചാട്ടം, ചീയപ്പാറ വാട്ടർഫോൾസ്. നമ്മുടെ ഇടുക്കിയുടെയും മധുരയുടെയും ഇടയിലുള്ള NH49, ഇടുക്കിയിൽ നിന്ന് മധുരയിലേക്ക് പോകുന്ന NH49 ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് ആക്ച്വലി നേര്യമംഗലത്തിൻ്റെയും അടിമാലിയുടെയും ഇടയിലാണ് ഉള്ളത്. പിന്നെ ഈ ചീയപ്പാറ വാട്ടർഫോൾസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് 7 സ്റ്റേജായിട്ട് 7 തട്ടുകളായിട്ടാണ് ഉള്ളത്. 7 തട്ടുകളായിട്ട് വരുന്ന വെള്ളച്ചാട്ടമാണിത്. അപ്പോൾ ഇതിൻ്റെ പേരാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റ് വരുന്നുണ്ട്, മലയാളികളായിട്ടും ഇൻ്റർനാഷണൽ ടൂറിസ്റ്റും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റും എല്ലാവരും ഉണ്ട്. നല്ലൊരു ആംബിയനാണ്, നല്ല വൈബാണ്, നല്ല പൊളിയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഇനി നേരെ മൂന്നാറിലോട്ട് പോകുന്ന വഴിയിലാണിത്. അപ്പോൾ മൂന്നാർ പോകുമ്പം എന്തായാലും ഇത് കണ്ടിട്ട് പോകണം, മറക്കരുത്. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മൂന്നാറിൽ എത്തിയിട്ടുണ്ട്. ഇത് മൂന്നാറിൻ്റെ ഹൃദയഭാഗത്താണ്. ഇതാ കണ്ടില്ലേ, ഐ ലവ് മൂന്നാർ. പിന്നെ മൂന്നാർ എന്നുള്ള പേര് വരാൻ കാരണം ഇവിടെ 3 നദികളുടെ സംഗമ സ്ഥലമാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മുതിരമ്പുഴ, നല്ലതണ്ണി, കുണ്ടള, ഇങ്ങനെ 3 നദികളാണ്. 3 നദികളുടെ എന്താ പറയുക സംഗമിക്കുന്ന സ്ഥലം. അതാണ് മൂന്നാർ എന്നുള്ള പേര് വന്നത്. പിന്നെ മൂന്നാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് ബ്രിട്ടീഷ് കാലത്ത് തന്നെ
ബ്രിട്ടീഷുകാരുടെ അവരുടെ ഒരു സുഖവാസ കേന്ദ്രം, എസ്റ്റേറ്റ് പോലെ, റിസോർട്ട് പോലെ അവർ വന്നുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു ഇത്. പിന്നെ നമ്മുടെ നീലഗിരി വരയാട് ഇവിടെ ഇരവികുളം നാഷണൽ പാർക്കിലുണ്ട്, നമുക്കതിനെ കാണാൻ പറ്റും. പിന്നെ ആനമുടി മലകൾ, പിന്നെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നിങ്ങളിത് കണ്ടോ, ഇവിടെ നമ്മുടെ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസിൽ വെള്ളത്തിൻ്റെ നമ്മൾ കുടിച്ചിട്ട് കളയുന്ന വേസ്റ്റ് ബോട്ടിൽസ് വെച്ചിട്ട് ഒരു ആനേനെ മനോഹരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫുൾ നമ്മൾ വഴിയിലൊക്കെ വലിച്ചു വാരി കളയുന്ന കുപ്പികൾ വെച്ചിട്ട് നല്ല സെറ്റായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. വലിച്ച് അവിടെ ചപ്പ് ചവറിടുന്നതിന് പകരം ഇതുപോലെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് മൂന്നാർ ടൗണിൽ നിന്ന് ആദ്യം പോകാൻ ഉദ്ദേശിച്ചിരുന്നത് മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ്. മാട്ടുപ്പെട്ടി ഡാമിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ ട്രാഫിക് കണ്ടപ്പോൾ പന്തികേട് തോന്നിയിട്ട് നമ്മൾ അവിടെയുള്ള ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേട്ടന്മാരോട് ചോദിച്ചു. അപ്പോൾ അവർ ഭാഗ്യത്തിന് അവർ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു, നിങ്ങൾ എന്ന് പോയാൽ അവിടെ തിരിച്ചു വരാനോ എത്താൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം 3 ലൈനിൽ ട്രാഫിക് വണ്ടി കിടപ്പുണ്ട്. 3 ലൈനായിട്ട് കിടക്കുന്നത് കാറുകൾ, ടൂറിസ്റ്റിൻ്റെ. പിന്നെ അവർ തന്നെ രാവിലെ ആർക്കോ ടൂറിസ്റ്റിന് ഫുഡ് കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഈ സമയത്ത് അവർ 4 മണിയാവാറ് എപ്പോൾ അവർ തിരിച്ചു വന്നിരുന്നത്. അതുകൊണ്ട് ഇന്നും അവിടെ പോയി എത്തിയാൽ സൺസെറ്റിന് മുമ്പ് കയറാൻ പറ്റില്ല. അപ്പോഴേക്കും ഡാമിൻ്റെ ടൈമൊക്കെ കഴിയും, ടൈം കഴിയുന്നു. അതുകൊണ്ട് നമ്മൾ ഇന്ന് മാട്ടുപ്പെട്ടി ഡാമിലേക്ക് ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തു. നമ്മൾ വേറെ ഡെസ്റ്റിനേഷനിൽ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ മാട്ടുപ്പെട്ടി ഡാം നാളെ ചെയ്യും. നാളെ നമ്മൾ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യം, ഈ ട്രിപ്പിൽ ഞാൻ അജൂബിനെ ഒത്തിരി മിസ് ചെയ്യുന്നു. കാരണം കഴിഞ്ഞ ഷെഡ്യൂളിലും കഴിഞ്ഞ നമ്മുടെ ട്രിപ്പിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ കോഴിക്കോട് എക്സ്പ്ലോർ ചെയ്തപ്പോൾ ഞാനും അജൂബും കൂടിയായിരുന്നു ഫുൾ. ഞാനൊന്ന് പറയുമ്പോൾ അവൻ 2 പറയും. അതൊരു ഭയങ്കര വൈബാണ് അവൻ്റെ. എനിക്ക് അവനോടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും അവനോടുള്ള നമ്മുടെ സെയിം വൈബൊക്കെ അതൊരു ഭയങ്കര എന്താ പറയുക, നല്ലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്, നല്ലൊരു കെമിസ്ട്രി ഉണ്ട്. ഇത്തവണ അവൻ ഷൂട്ടിലാണ്, അവൻ തിരക്കിലാണ്, അതുകൊണ്ട് അവനെ കിട്ടിയില്ല. അടുത്ത തവണ എന്തായാലും അവനുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്തവണ ഞാൻ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് സഹിക്കേണ്ടി വരും. ഞാൻ സിംഹാസനത്തിൻ്റെ കിരീടത്തിൻ്റെ അകത്ത് പുറത്ത് വന്നോട്ടെ. ഉറക്കമൊന്നുമില്ലല്ലേ എൻ്റെ ബ്രോ? മച്ചാമാരെ, നിങ്ങൾ ഇവിടുത്തെ തണുപ്പുണ്ടല്ലോ, അത് നമ്മൾ കുറേ ഹിൽ സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. എന്നാലും ഈവൻ ഊട്ടിയിലൊക്കെ നമ്മൾ എപ്പോഴും പോകുന്നതല്ലേ, തണുപ്പാണ് അവിടെ. പക്ഷേ ഇത്ര തണുപ്പ് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. തണുപ്പ് മരവിപ്പ്, ശരിക്കും കൈയൊക്കെ ഇങ്ങനെ ശരിക്കും അറിയാൻ മരവിക്കണ പോലെ ഉണ്ട്. വാഷ്റൂമിലൊക്കെ പോയി പൈപ്പിൻ്റെ നോബ് പോലും തൊടാൻ പറ്റില്ല, ഭയങ്കര തണുപ്പാണ്. പക്ഷേ രാത്രി ആയതുകൊണ്ട് ഇവിടുത്തെ ഈ വൈബൊന്നും ഫീൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്ക് പുറത്തിറങ്ങി നോക്കാം. ഓ ഈ തണുപ്പൊക്കെ നമ്മൾ മറന്നു പോകും. എന്ത് രസമാണ്. യാ മോനെ, ഞങ്ങളുടെ നാട്ടിൽ പറയുമ്പോൾ യാ മോനെ എന്ന് പറയാം. എന്ന് വെച്ചാൽ ഭയങ്കര എക്സൈറ്റഡ്. ഈ ഒരു വ്യൂ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. കാരണം എല്ലാവരും പറയണ പോലെ കടലിലെ സൺസെറ്റും സൺറൈസും കാണാൻ നല്ല രസമാണ്. എൻ്റെ നാട്ടിൽ ഞാൻ ഇത്രയും കാലം എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിരുന്നതാണ്. അതിൻ്റെ ഭംഗി വേറെയാണ്. പക്ഷേ ഇതുണ്ടല്ലോ, ഇത് നമ്മളിങ്ങനെ ഉറങ്ങി എണീറ്റ് വന്നിട്ട് നമ്മൾ ഗ്ലാസ് ഡോർ തുറന്ന് പുറത്ത് വരുമ്പോൾ കാണുന്നത് നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് നിൽക്കുന്ന മലനിരകളും കാടും പിന്നെ സൺറൈസും. നല്ല രസമാണ്. പിന്നെ കാറ്റിൻ്റെ സൗണ്ട് കേൾക്കാം നമുക്ക്. ഈ താഴ്വാരത്ത് കൂടെ അടിക്കുന്ന കാറ്റിൻ്റെ ഒരു നോയ്സ് കേൾക്കുന്നുണ്ട്. ആ ഒരു സൗണ്ട് നമ്മൾ ഏതൊക്കെ സിനിമയിൽ കേട്ടുള്ള ഒരു ആംബിയനാണ്. പിന്നെ പക്ഷികളുടെ സൗണ്ടും കാട്ടിലേക്ക് മൊത്തം വൈബുണ്ട്. നല്ല രസമുണ്ട്. നല്ല പോസിറ്റീവ് എനർജി ഉണ്ട്.
സൂപ്പറാണ്. അങ്ങനെ മതിൽ പോലെ ഇങ്ങനെ മലയാണ് ഇവിടെ. പക്ഷെ തണുപ്പുണ്ടല്ലോ. നമ്മൾ വരുമ്പോൾ മൂന്നാർ ടൗണിലെത്തിയപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, എല്ലാവരും പറഞ്ഞു നല്ല തണുപ്പാണ്. പക്ഷെ അതിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അതാണ് സത്യം. നല്ല ചൂടുള്ള കട്ടൻ ചായ, സുലൈമാനി എന്ന് പറയുന്ന സാധനമാണ്. പക്ഷേ അതിൻ്റെ അത്രയും ഇൻഗ്രീഡിയൻസ് ഒന്നും കാണത്തില്ല. തണുപ്പത്ത് ഈ ചൂടുള്ള കട്ടൻ ചായയും തണുപ്പ് കൊണ്ട് ചൂടൊന്നും മനസ്സിലാവുന്നില്ല. ഒരു ദിവസം തുടങ്ങാൻ പറ്റിയ ആംബിയനാണ്, നല്ല ബാക്ക്ഗ്രൗണ്ടാണ്, വ്യൂ ആണ്, എല്ലാം. നമ്മുടെ ഒരു ദിവസത്തിൻ്റെ ഫുൾ എനർജി നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ തണുപ്പ് നല്ലോണം ഉണ്ട്, കൂടെ നല്ലൊരു കട്ടൻ ചായയും. ഓസം. സൂര്യരശ്മികൾ ഇങ്ങനെ കറക്റ്റായിട്ട് കണ്ണിലോട്ട് വരുന്നുണ്ട്. ആ മലയുടെ അപ്പുറത്തുനിന്ന് ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. ലൈഫിൽ ഒരിക്കൽ എന്തായാലും കണ്ടിരിക്കണം ഇത്, അല്ലെങ്കിൽ ഭയങ്കര മിസ്സായിരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ആക്ച്വലി ഈ സ്ഥലത്തിനെ പറ്റി ഞാൻ വിശദമായിട്ട് പറഞ്ഞില്ല. ഇത് കാന്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. മറയൂരില്ലേ, മറയൂർ. അപ്പോൾ ഈ മറയൂരിൽ നിന്ന് വന്നിട്ട് കുറച്ചിങ്ങനെ വരുമ്പോഴുള്ള കാന്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ട്രീ ഹൗസ് ഉള്ളത്. കാന്തല്ലൂർ നല്ല ഉയരത്തിലാട്ടോ. വണ്ടി ഓടിച്ച് വരാൻ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ അടിപൊളിയായിട്ടുള്ള ഈ ട്രീ ഹൗസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ പോയി നോക്കുക. നിങ്ങൾ ഈ ആംബിയൻസ് പോയിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ രാവിലത്തെ തണുപ്പിൻ്റെ ആ ഒരു ഫീലൊക്കെ കുറച്ച് ചൂടുവെള്ളത്തിൽ കുളിച്ചപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. നല്ല വിശപ്പ് തോന്നുന്നുണ്ട്. അങ്ങനെ ലൈറ്റായിട്ട് കുറച്ച് നമ്മൾ നൂഡിൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ വരുന്ന വഴിക്ക്. അത് കഴിച്ചിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ നമ്മുടെ ചൂടുള്ള നൂഡിൽസ് റെഡിയാണ്. നമ്മൾ ഈ തണുപ്പുള്ള സ്ഥലത്ത് വരുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്, നല്ല വിശപ്പായിരിക്കുന്നു. അല്ലെങ്കിലും വിശപ്പ് കുറച്ച് കൂടുതലുള്ള ആളാണ് ഞാൻ. നമ്മൾ സാറിന് വീട്ടിലുള്ളപ്പം നമ്മൾ നൂഡിൽസ് എപ്പോഴും ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിന് വേണ്ടി, അല്ലാണ്ട് ഭയങ്കര ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ ഇന്ന് നൂഡിൽസിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ കാന്തല്ലൂരുള്ള ഈ ട്രീ ഹൗസ് നമ്മൾ ഇറങ്ങുവാണ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. അത് കുറച്ച് അടുത്തുള്ള സ്ഥലമാണ്, പോയിട്ട് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇനി ഒരിക്കലും ഇവിടെ വരണം, നിങ്ങളും വരും, എനിക്ക് ഉറപ്പാണ്. കാന്തല്ലൂരുള്ള ഒരു ഫ്രൂട്ട് ഫാമിൽ കയറാൻ നിൽക്കുവാണ്. നല്ല തിരക്കുണ്ട്, ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് കയറി ഇതിലെ ഫ്രൂട്ട്സൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. അവർ പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് ഇപ്പം സീസണല്ല, അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ വേണ്ട, ചെറിയൊരു കായലേ ഉണ്ടാവുള്ളൂ. ആപ്പിളിൻ്റെ, പിന്നെ ഓറഞ്ച്, അങ്ങനെയൊക്കെ പറയുന്നത്. നമുക്ക് നടന്ന് നോക്കാം കേട്ടോ, എവിടെയൊക്കെ എന്തൊക്കെയുണ്ട്. ചെറിയ കായാണെങ്കിലും നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു സന്തോഷമില്ല. അപ്പോൾ വടീസ് ഇത് ചെടികളാണ്. മൊത്തം അങ്ങനെ പടർന്നിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് മുന്തിരിയാന്ന് വിചാരിച്ചു. തൊട്ട് കുറേ ഓറഞ്ചിൻ്റെ ചെടിയുണ്ട്. അടുത്ത് പോകാൻ സമ്മതിക്കില്ല. അത് കെട്ടി വെച്ചിട്ടുണ്ട്, കമ്പി വെച്ചിട്ട്. സോ അടുത്ത് എടുത്ത് കഴിച്ചാൽ ഈ നിൽക്കുന്നത് എൻ്റെ തൊട്ട് നേരിട്ടുള്ള ഈ മരം റബ്ബർജൽ ഇയർ എന്ന് പറയും. റബ്ബർജൽ നല്ല വെള്ളത്തിൻ്റെ കണ്ടന്റ്. സോ റബ്ബർജലിൻ്റെ എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണെന്ന് അറിയില്ല. ആദ്യമായിട്ട് ചെറിയൊരു മരങ്ങൾ കാണാൻ പറ്റും.
നമ്മളിപ്പോൾ നിൽക്കുന്നത് മറയൂരിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന വഴിയുള്ള വെള്ളച്ചാട്ടത്തിന് മുമ്പിലാണ്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ പേരാണ് ലക്കം വാട്ടർഫോൾസ്. ഇത് ആക്ച്വലി നമ്മുടെ ഇരവികുളം വന്യജീവി സംരക്ഷണ കേന്ദ്രത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? അതൊക്കെ നിൽക്കുന്ന ഒരു പീഠഭൂമിയുണ്ട്, ഇരവിമല. അതാണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് 7300 അടി മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് ഉത്ഭവിച്ചു വരുന്ന പമ്പാർ എന്ന് പറയുന്ന നദിയുടെ ഭാഗമാണ് ഈ വെള്ളച്ചാട്ടം. ഈ വെള്ളം വരുന്നത് നിങ്ങൾ കാണാമല്ലോ. ഒത്തിരി ടൂറിസ്റ്റുകളുണ്ട്. എല്ലാവരും നല്ല തണുത്ത വെള്ളത്തിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുകയാണ്. എനിക്ക് നല്ല ആഗ്രഹം ഇറങ്ങണം എന്നുള്ളത്. പിന്നെ നമ്മുടെ ഇരവികുളത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം വരയാട്, പിന്നെ നമ്മുടെ നീലക്കുറിഞ്ഞൊക്കെ ഉള്ളതാണ് ഇരവിമലയിൽ, ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ആണ്. പിന്നെ നമ്മൾ ഈ പമ്പാറിനെ പറ്റി പറയുമ്പോൾ പമ്പാർ ആക്ച്വലി മറ്റുള്ള കബനി നദീനൊക്കെ പോലെ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അത് ഇവിടെ നിന്ന് ഒഴുകിയിട്ട് നമ്മുടെ അയൽ സംസ്ഥാനത്തൂടെ പോയിട്ട് കാവേരി നദിയിലാണ് പോയി ചേരുന്നത് അവസാനം. സോ ലക്കം വാട്ടർഫോൾസിൻ്റെ ഈ കൂൾ ആംബിയൻസ് നിന്നിട്ട് നിങ്ങളോട് സംസാരിക്കുമ്പം എനിക്കും വെള്ളത്തിൽ ഇറങ്ങാൻ നല്ല ധൃതിയുണ്ട്. ഞാൻ ഉടനെ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളും ഇനി മൂന്നാറിൽ നിന്ന് മറയൂർ പോവുകയാണെങ്കിൽ തിരിച്ച് വരുവാണെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വഴി തന്നെയാണ് ഓൺ ദ വേ. അവിടെ ഇറങ്ങിയിട്ട് നിങ്ങളൊന്ന് 10 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ട് പോകാം. നല്ല വൈബാണ്.